സംഖ്യാശ്രേണിയിലെ തുടർച്ചയായ സംഖ്യകളുടെ ശരാശരി മധ്യത്തിലുള്ള സംഖ്യയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പട്ടികയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യത്തെ പട്ടികയിൽ തുടർച്ചയായ 7 സംഖ്യകൾ നൽകിയിട്ടുണ്ട്. അവയുടെ തുകയും കൊടുത്തിട്ടുണ്ട്, ശരാശരിയും നൽകിയിട്ടുണ്ട്. ശരാശരി കാണുന്നത് തുക ബൈ എണ്ണം ചെയ്തിട്ടാണ്. ഇവിടെ 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ കൂട്ടിയപ്പോൾ 28 കിട്ടി. സംഖ്യകളുടെ എണ്ണം 7 ആണ്. 28നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശരാശരി 4 എന്ന് ലഭിച്ചു. അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിൽ 2 മുതൽ 8 വരെയുള്ള സംഖ്യകൾ പ്ലസ് ചെയ്തിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5 കിട്ടി. അതേപോലെ തന്നെ ബാക്കി 2 ചോദ്യങ്ങളും. അപ്പോൾ ഇതിൻ്റെ ശരാശരി നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4, 5, 6, 13. അത് ഈ തന്ന ശ്രേണിയുടെ കൃത്യം നടുക്ക് വരുന്ന സംഖ്യയാണ്. തന്ന ശ്രേണിയുടെ പ്രത്യേകത എണ്ണൽ സംഖ്യകളായിരുന്നു, അടുത്തടുത്ത് വരുന്ന എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ അവയുടെ ശരാശരി എന്നുള്ളത് കൃത്യം നടുക്കുള്ള സംഖ്യയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് ചെയ്യുന്നതിന്, ഈ ശരാശരി കണ്ടുപിടിക്കുന്നത് സംഖ്യകളെല്ലാതും കൂടെ പ്ലസ് ചെയ്യാതെ തന്നെ മറ്റൊരു മാർഗവും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ അടുത്തത് കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ പ്ലസ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതിയെന്ന്. ഇവിടെ ആദ്യത്തെ സംഖ്യ നോക്കുക, 1ഉം അവസാനത്തെ സംഖ്യ 7ഉമാണ്. 1ഉം 7ഉം കൂട്ടിയാൽ 8, 8ൻ്റെ പകുതി 4. അടുത്തത് 2ഉം 8ഉം കൂട്ടിയാൽ 10, 10ൻ്റെ പകുതി 5. അടുത്ത 3ഉം 9ഉം കൂട്ടിയാൽ 12, 12ൻ്റെ പകുതി 6. 10ഉം 16ഉം കൂട്ടിയാൽ 26, 26ൻ്റെ പകുതി 13. അപ്പോൾ തുടർച്ചയായ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ശരാശരി കാണുന്നതിന് സംഖ്യകളുടെ തുക കാണേണ്ട ആവശ്യമില്ല. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കണ്ടാൽ മതി എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോൾ ആദ്യത്തേത് തുടർച്ചയായി അടുത്തടുത്തുള്ള സംഖ്യകളായിരുന്നു തന്നിരുന്നത്. ഇനി അടുത്തത് ഒറ്റ സംഖ്യകൾ, ഒന്നിടവിട്ടുള്ള സംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഇതിലും പട്ടികയിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. തുക കണ്ടിട്ട് എണ്ണം 7 ആണ്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശരാശരി കിട്ടിയിരിക്കുന്നത് 7, 9, 11, 17. കൃത്യം നടുക്കുള്ള സംഖ്യ 7 സംഖ്യകളാകുമ്പോൾ 4ാമത്തെ സംഖ്യയാണല്ലോ അതിൻ്റെ ശരാശരിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് തന്നെ മറ്റൊരു രീതിയിൽ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2 ചെയ്തപ്പോഴും ഇതേ ആൻസർ തന്നെയാണ് ശരാശരി ലഭിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം, തുടർച്ചയായ സംഖ്യകൾ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യ സംഖ്യ പ്ലസ് അവസാന സംഖ്യ ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ സംഖ്യകളുടെ ശരാശരി കണ്ടെത്താം എന്നുള്ളതാണ്. ഇത് ഒന്നുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വീണ്ടും 7 ഇരട്ട സംഖ്യകളുടെ കൊടുത്തിട്ടുണ്ട്. ഇരട്ട സംഖ്യകളുടെ ചെയ്തപ്പോഴും ഫസ്റ്റത്തെ നമ്പർ 2, ലാസ്റ്റത്തെ നമ്പർ 14. 2 കൂടെ പ്ലസ് ചെയ്താൽ 14ഉം 2ഉം 16, 16ൻ്റെ പകുതി 8. കൃത്യം നടുക്കുള്ള സംഖ്യയാണ് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ തുക കണ്ടിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാനാണ് പട്ടികയിൽ ഈ ആൻസർ എല്ലാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യം ഇതാണ്: സംഖ്യാശ്രേണിയിലെ തുടർച്ചയായ സംഖ്യയുടെ ശരാശരി മധ്യത്തിലുള്ള സംഖ്യയായിരിക്കും. അതായത് കൃത്യം നടുക്കുള്ള സംഖ്യയാണ് സംഖ്യാശ്രേണി. അതായത് ഒരേ രീതിയിൽ ഒരേ ഓർഡറിൽ നമ്പർ പോയിട്ടുണ്ടെങ്കിൽ ആ സംഖ്യകളുടെ ശരാശരി കാണുന്നത് ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ചെയ്താൽ മതിയെന്ന്. ഇത് വീണ്ടും ഒന്നുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നതിലെല്ലാം സംഖ്യകളുടെ എണ്ണം 7 ആയിരുന്നു. ഇനി സംഖ്യകളുടെ എണ്ണം 6 ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നോക്കിയാൽ ശരാശരി കാണാൻ ആദ്യത്തെ അവസാനത്തെ സംഖ്യ 11, 11 1 12/2 ചെയ്താൽ 6 ആണ് വരുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ കൃത്യം നടുക്കുള്ള സംഖ്യയാണ് 6 എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം മൊത്തം 6 നമ്പറാണുള്ളത്. 5ൻ്റെയും 7ൻ്റെയും കൃത്യം നടുക്കുള്ള സംഖ്യയായിരിക്കും ശരാശരിയായിട്ട് വരുന്നത്. അതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തതിലും 6 നമ്പേഴ്സാണുള്ളത്. ഇതിലും 7ൻ്റെയും 9ൻ്റെയും കൃത്യം നടുക്കുള്ള സംഖ്യ 8 ആയിരിക്കും ശരാശരി. ആ രീതി തന്നെ ഇവിടെ 9ൻ്റെയും 11ൻ്റെയും കൃത്യം നടുക്കുള്ള സംഖ്യ 10 ആയിരിക്കും ശരാശരി. അടുത്ത 15ൻ്റെയും 17ൻ്റെയും കൃത്യം നടുക്കുള്ള സംഖ്യ 16 ആയിരിക്കും. ഒരേ ഓർഡറിലാണ് പോകുന്നതെങ്കിലാണ് ഈ രീതിയിൽ ചെയ്യേണ്ടത്. ഇനി ഹോംവർക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, തുടർച്ചയായ 7 എണ്ണൽ സംഖ്യകളുടെ തുക 70 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ തുക തന്നിട്ടുണ്ട്, സംഖ്യകൾ ഏതൊക്കെയാണെന്ന് അറിയണം. തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ സംഖ്യകളായി കഴിയുമ്പോൾ കൃത്യം നടുക്കുള്ള സംഖ്യയാണ് ആൻസർ എന്ന് പറഞ്ഞായിരുന്നു. 70നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 ആണ് ശരാശരി വരുന്നുണ്ടാകുക. അപ്പോൾ ആ ശരാശരി ലഭിക്കുന്ന 10 ആണ് തരുന്ന സംഖ്യാശ്രേണിയുടെ നടുക്കുള്ള സംഖ്യ.
അപ്പോൾ 10 നടുക്കുള്ള സംഖ്യയാണെങ്കിൽ മറ്റ് സംഖ്യകൾ 10 കഴിഞ്ഞാൽ 11, 12, 13 എന്നുള്ളത് അങ്ങോട്ടും തൊട്ട് പുറകിലേക്ക് 9, 8, 7, അതായത് 7, 8, 9, 10, 11, 12 ഇവയായിരിക്കും തന്നിരിക്കുന്ന ശ്രേണിയിലെ സംഖ്യകൾ. ഇനി അടുത്തത് 92 തുക. എണ്ണൽ സംഖ്യകൾ 8 സംഖ്യകളാണുള്ളത്. അപ്പോൾ 92നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 11.5 എന്ന് വരും. അപ്പോൾ 11ൻ്റെയും 12ൻ്റെയും കൃത്യ നടുക്കാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യാശ്രേണിയിലെ സംഖ്യകൾ 2 11ഉം 12ഉം ആയിരിക്കും. പിന്നെ അതിൻ്റെ ഇടത്തേക്കും വലത്തേക്കുമുള്ള 3 നമ്പേഴ്സും കൂടെ വരും. അപ്പോൾ 8, 9, 10, 11, 12, 13, 14, 15 ഇവയായിരിക്കും അതിൻ്റെ ആൻസറായിട്ട് വരുന്നുണ്ടാകുക. ഇനി അടുത്തത് 9 എണ്ണൽ സംഖ്യയുടെ തുക 58 ആകുമോ? അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയാൽ മതി. 58നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 6.44 എക്സെട്ര എന്നാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കൃത്യ നടുക്കുള്ള സംഖ്യ പറയുമ്പോൾ ഒന്ന് ഈ 0.5 ആയിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറായിട്ട് കിട്ടണം. ആ രീതിയിൽ കിട്ടാത്തതുകൊണ്ട് തുടർച്ചയായ എണ്ണൽ സംഖ്യയുടെ തുക 58 ആവില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ താഴെ കുറച്ച് സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റുന്നതാണ്. സംഖ്യാ പാറ്റേണുകളുടെ ശരാശരി കണ്ടെത്തുക എന്നും പറഞ്ഞിട്ട് തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 10 മുതൽ 18 വരെ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2, 10ഉം 18ഉം 28 വരും. 28ൻ്റെ പകുതി 14 എന്നുള്ളത് ഇവിടെ കൃത്യം നടുക്ക് വന്നിരിക്കുന്ന സംഖ്യയാണ്. ഇനി അടുത്തത് 25 മുതൽ 30 വരെ. ഇവിടെ 6 നമ്പറാണുള്ളത്. അപ്പോൾ 25, 30 പ്ലസ് ചെയ്താൽ 55 എന്ന് വരും. 55ൻ്റെ പകുതി എന്നുള്ളത് 27.5 ഇതിൻ്റെ ശരാശരിയായിട്ട് വരുന്നത്. അത് 27ൻ്റെയും 28ൻ്റെയും കൃത്യ നടുക്ക് 27.5 എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി അടുത്തത് 35 മുതൽ 47 വരെ. ഇവിടെ നോക്കുമ്പോൾ 7 സംഖ്യകളുണ്ട്. കൃത്യ നടുക്കുള്ളതായിരിക്കും ആൻസർ വരിക 41. അതിനി നേരത്തെ പറഞ്ഞ മെത്തേഡിൽ പോയിട്ടുണ്ടെങ്കിൽ 47, 35 ഇവിടെ പ്ലസ് ചെയ്താൽ 82 വരും. 82ൻ്റെ പകുതി എന്നുള്ളത് 41 ആയിരിക്കും. അപ്പോൾ ഒരേ ഓർഡറിലാണ് സംഖ്യകൾ പോകുന്നതെങ്കിൽ അവയുടെ ശരാശരി കാണാൻ സംഖ്യകൾ എല്ലാതും കൂടെ പ്ലസ് ചെയ്യേണ്ട ആവശ്യമില്ല. സംഖ്യകളിൽ ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ ബൈ 2 ചെയ്താൽ മതി. ഇനി ഇവിടെ അവസാനമായിട്ട് വേറെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് 1 മുതൽ 10 വരെ എന്നുള്ളത് 55 തുക. ഇനി അടുത്തത് 11 മുതൽ 20 വരെയുള്ള എണ്ണൽ സംഖ്യയുടെ തുക. അതായത് ഈ 1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ തുക ഉപയോഗിച്ചുകൊണ്ടാണ് അടുത്തത് കണ്ടുപിടിക്കുന്നത്. 11 മുതൽ അപ്പോൾ 1നോട് കൂടി 10 കൂട്ടുമ്പോഴാണ് 11 കിട്ടുന്നത്. 2നോട് കൂടി 10 കൂട്ടുമ്പോഴാണ് 12 കിട്ടുന്നത്. അതേപോലെ തന്നെ ആ രീതിയിൽ തുടർന്നുണ്ടെങ്കിൽ 10നോട് കൂടിയിട്ട് 10 കൂട്ടുമ്പോഴാണ് 20 കൂട്ടുന്നത്. അതായത് 1 മുതൽ 10 വരെയുള്ള സംഖ്യയുടെ തുക 55. പിന്നെ ഇതിനോടെല്ലാം 10 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് 100. ആ 55ൻ്റെ കൂടെ 100ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ആൻസർ 155 എന്ന് വരുന്നത്. ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് ഈ താഴെ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുന്നത്. 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 11 കഴിഞ്ഞിട്ട് നേരെ താഴെ 21 എഴുതാം. പിന്നെ 12ൻ്റെ താഴെ 22, 13ന് താഴെ 23, അങ്ങനെ എഴുതിയിട്ട് അവസാനം 20ൻ്റെ താഴെ നേരെ 30 എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെയും എന്ത് തന്നെയാണ് 10 വെച്ചിട്ടാണ് ഓരോന്നിലും കൂടി പോകുന്നത്. അതായത് 155ൻ്റെ കൂടെ 100 കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ 21 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ തുക എന്നുള്ളത് 155 പ്ലസ് 100 സമം 255 എന്ന് ലഭിക്കും. ഇനി അടുത്തത് അപ്പോൾ 30 വരെയുള്ള സംഖ്യയുടെ തുകയായി 21 മുതൽ 30 വരെയുള്ള സംഖ്യയുടെ തുകയായി 255 എന്നുള്ളത്. ഇനി 31 മുതൽ 40 വരെ എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് കൂട്ടിയാൽ മതി? 100 കൂട്ടുക. 100 കൂട്ടി കഴിയുമ്പം 255ൻ്റെ കൂടെ 100 കൂട്ടിയാൽ അതിൻ്റെ ആൻസർ 355 ആണെന്ന് ലഭിക്കും.